ഓക്കെ, ഗുഡ് ഈവനിങ്. ഓക്കെ സർ, വീഡിയോ കിട്ടുന്നില്ല. വീഡിയോ കിട്ടുന്നില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ആണല്ലോ അല്ലേ? യെസ്, കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽ എന്ന് പറഞ്ഞൊരു പോർഷനിൽ ഫ്രാക്ഷൻ ആണ് നമ്മൾ തുടങ്ങിയത്. ഫ്രാക്ഷൻ തുടങ്ങി നമ്മൾ ഫ്രാക്ഷൻസിന്റെ ബേസിക് ഐഡിയാസ് എന്തൊക്കെയാന്ന് പറഞ്ഞു. എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു, ഫ്രാക്ഷൻ എത്ര തരത്തിലുണ്ടെന്ന് പറഞ്ഞു, ഫ്രാക്ഷന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ വരെ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ഇന്ന് നമുക്ക് ഫ്രാക്ഷന്റെ ഡിവിഷൻ പഠിക്കാം. ഫ്രാക്ഷൻ ഡിവിഷൻ പഠിച്ചിട്ട് പിന്നെ ബാക്കി ഫ്രാക്ഷന്റെ കുറച്ച് കാര്യങ്ങളൂടെ പഠിച്ചിട്ട് ഇന്ന് തന്നെ നമ്മൾ ഡെസിമലും കൂടെ തുടങ്ങാൻ നമ്മൾ നോക്കും. ഡെസിമലിന്റെ കുറച്ച് ബേസിക് ഐഡിയാസ് ഇന്ന് തന്നെ പറയാൻ നോക്കും. കാരണം ഫ്രാക്ഷനും ഡെസിമലും കൂടെ കണക്റ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെസിമലൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഡെസിമലൂടെ ഇന്ന് തന്നെ തുടങ്ങാൻ നോക്കും. എന്നിട്ട് അതിനടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷനും ഡെസിമലൂടെ കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതാം. അപ്പൊ ഇതിന്റെ ഒരു ഡിവിഷനിലോട്ട് നമുക്ക് പോവാം. ഫ്രാക്ഷന്റെ ഡിവിഷനിലോട്ട് പോകാം. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഭിന്നസംഖ്യകളുടെ ഹരണം. ഇത് പഠിക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം അറിഞ്ഞിരിക്കണം. എന്താണ് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം? എന്താണ് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം? വ്യുൽക്രമം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് റെസിപ്രോക്കൽ? ഒരു ഭിന്നസംഖ്യയുടെ അംശവും ഛേദവും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി എഴുതുന്നതിനെ പറയുന്ന പേരാണെന്ത്? റെസിപ്രോക്കൽ അല്ലെങ്കിൽ വ്യുൽക്രമം. എക്സാമ്പിൾ, ഇപ്പോൾ 1/2 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ അംശവും ഛേദവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി. അതായത് 1/2 റെസിപ്രോക്കൽ എന്ന് പറഞ്ഞതാണ് 2/1 ആണ്. 1/2 റെസിപ്രോക്കൽ 2/1 ആണ്. ഇനി അതുപോലെ 3/5 റെസിപ്രോക്കൽ എന്താണ്? വ്യുൽക്രമം എന്താണ്? 5/3 ആണ്. 5/3 ആണ്. അപ്പൊ ഇതാണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ ഐഡിയ. ഇതാണ് വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ ഇതാണ്. അംശവും ഛേദവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, അതാണ് റെസിപ്രോക്കൽ. ഇനി റെസിപ്രോക്കൽ പറഞ്ഞു കഴിഞ്ഞ് ഇനി നമുക്ക് ഹരണം എന്താന്ന് പറയാം. അപ്പൊ ഒരു ഭിന്നസംഖ്യ, രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ മുകളിൽ ഒരു ഭിന്നസംഖ്യ, താഴെ ഒരു ഭിന്നസംഖ്യ. മുകളിലൊരു ഭിന്നസംഖ്യ ഡിവൈഡഡ് ബൈ താഴെ മറ്റൊരു ഭിന്നസംഖ്യ. ഓക്കെ, മുകളിലൊരു ഭിന്നസംഖ്യ, താഴെ വേറൊരു ഭിന്നസംഖ്യ. മുകളിൽ ഭിന്നസംഖ്യ 1, താഴെ ഭിന്നസംഖ്യ 2. ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് മുകളിൽ ഗുണിക്കുക. ഓക്കെ, താഴെയുള്ള ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം കൊണ്ട് മുകളിൽ ഗുണിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് താഴെയുള്ള ഭിന്നസംഖ്യയുടെ വ്യുൽക്രമം കൊണ്ട് മുകളിൽ ഗുണിക്കുക. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം, ഹരിക്കാൻ വന്നാൽ ചെയ്യേണ്ടത്, എക്സാമ്പിൾ a/b ഒരു ഭിന്നസംഖ്യ ഡിവൈഡഡ് ബൈ c/d വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതുക, a/b അതുപോലെ തന്നെ എഴുതുക. ഇനി താഴെയുള്ള ഭിന്നസംഖ്യ c/d, ആ c/dയുടെ റെസിപ്രോക്കൽ കൊണ്ട് മുകളിലുള്ള ഭിന്നസംഖ്യ ഗുണിക്കുക. അതായത് c/dയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ d/c ആണ്. d/c കൊണ്ട് മുകളിൽ ഗുണിക്കുക. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഭിന്നസംഖ്യയുടെ ഹരണം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഭിന്നസംഖ്യയുടെ ഹരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭിന്നസംഖ്യയുടെ ഗുണനമാണ്. പേര് ഹരണം എന്നാണെങ്കിലും ശരിക്കും അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഗുണനം തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പൊ ഭിന്നസംഖ്യയുടെ ഹരണം അല്ലെ ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ ശരിക്കും അവിടെ എന്താ ചെയ്യുന്നത്? റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വിൽക്രമം കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യ ഹരിക്കുന്നത്. A/B ഒരു ഭിന്നസംഖ്യ, C/D മറ്റൊരു ഭിന്നസംഖ്യ തമ്മിൽ ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത്? മുകളിലുള്ള ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതുക, എന്നിട്ട് താഴെയുള്ള ഭിന്നസംഖ്യ C/D ആണ്. C/Dയുടെ റെസിപ്രോക്കൽ എന്താണ്? D/C. D/C കൊണ്ട് മുകളിൽ ഗുണിക്കുക. അപ്പൊ ഇങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യ ഹരിക്കുന്നത്. വേറെ എക്സാമ്പിള് 1/2 divided by 3/4. 1/2 divided by 3/4 രണ്ട് ഭിന്നസംഖ്യയാണ്. അപ്പൊ ഇതില് മുകളിലുള്ള ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നതാണ് മുകളിലുള്ള ഭിന്നസംഖ്യ, രണ്ടാമത് വരുന്നതാണ് താഴെയുള്ള ഭിന്നസംഖ്യ. അപ്പൊ ഇവിടെ ആദ്യമുള്ള ഭിന്നസംഖ്യ 1/2. ആ 1/2 നമുക്ക് അതുപോലെ തന്നെ എഴുതാം. 1/2 അതുപോലെ തന്നെ എഴുതി. ഇനി എന്താ ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ 3/4 ആണ്. 3/4ന്റെ റെസിപ്രോക്കൽ, 3/4ന്റെ വിൽക്രമം. 3/4ന്റെ വിൽക്രമം എത്രയാണ്? 4/3 അല്ലേ? ആ 4/3 കൊണ്ട് ഗുണിക്കുക. 4/3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1/2 അതുപോലെ തന്നെ എഴുതി, എന്നിട്ട് 3/4ന്റെ വിൽക്രമം കൊണ്ട് മുകളിൽ ഗുണിക്കുക. 4/3. 3/4ന്റെ വിൽക്രമം കൊണ്ട് മുകളിൽ ഗുണിക്കുക. 4/3. അതാണ് അതിന്റെ ഒരു രീതി. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത്? നമുക്ക് ചെയ്യുന്ന 1 ഗുണം 4, 4 കിട്ടും. ഡിവൈഡ് ബൈ താഴെ 2 ഗുണം 3 എത്ര കിട്ടും? 6 കിട്ടും. 1 ഗുണം 4, 4 കിട്ടും. 2 ഗുണം 3 6 കിട്ടും. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു ഭിന്നസംഖ്യ ഏറ്റവും ചെറിയ ഫോമിൽ വേണം എഴുതാൻ, അല്ലെ? ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ വേണം എഴുതാൻ. അപ്പൊ അതുകൊണ്ട് 4നെ 6നെ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് വെട്ടി ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? 4ന്റെ അടുത്ത് 2ഉം വരും, 6ന്റെ അടുത്ത് 3ഉം വരും. അപ്പൊ ആൻസർ എന്ത് വരും? 2/3 വരും. ഉത്തരം നമുക്ക് കിട്ടി 2/3. ഒരു ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ ഹരിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതുക. രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ റെസിപ്രോക്കൽ കൊണ്ട് ആദ്യത്തെ ഭിന്നസംഖ്യ ഗുണിക്കുക. ഇതാ അതിന്റെ ഒരു സംഭവം. 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കൊരു 3 ഡിഫറെന്റ് ടൈപ്പ് 3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. പലതരത്തിലുള്ള ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ ഒന്നാമത് 3/1/4. 3/1/4. രണ്ടാമത് 3/2 divided by 6. ഓക്കെ, മതി. ഇത് രണ്ടും മതി. രണ്ട് രീതിയിൽ. ഇത് രണ്ടും എങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റേജിൽ 4 and 2 കട്ട് ചെയ്യാം. ചെയ്യാം. സഷ, സനൂപ്, സഷ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമുക്ക് തുടക്കത്തിലേ കട്ട് ചെയ്യാൻ പറ്റും. യെസ്, സഷയെ പറ്റും. തുടക്കത്തിലേ കട്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ഡിവിഷൻസ് ആവും. ഉത്തരത്തൊക്കെ വരും 3/1/4 3/2/6. Three by 1/4, 3/2/6. Three by 1/4, 3/2/6. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ അല്ലെ? 12ഉം 1/4ഉം കിട്ടി അല്ലെ? ഇപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനില് അംശത്തില് 3ഉം ഛേദത്തില് 1/4ഉമാണ്. അംശത്തില് 3ഉം ഛേദത്തില് 1/4ഉമാണ്. അപ്പൊ അംശത്തിലുള്ള 3നെ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി ഛേദത്തിലുള്ള 1/4നെ തിരിച്ചിട്ട് ഗുണിക്കുക. 1/4 തിരിച്ചിട്ട് എന്ത് കിട്ടും? 4/1 കിട്ടും. അപ്പൊ ഗുണം 4/1 തിരിച്ചിട്ട് ഗുണിച്ചല്ലോ. 1/4നെ തിരിച്ചിട്ട് ഗുണിച്ചപ്പോൾ 4/1. ഇനി നമുക്കറിയാമല്ലോ ചെയ്യാൻ. ഇനി എങ്ങനെയാ ചെയ്യുന്നത്? 3 ഗുണം 4. ഈ 3നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3/1 എന്ന് എഴുതാം. 3നെ 3/1 എന്ന് എഴുതാം. എന്നിട്ട് ഇനി ഗുണിക്കാം. നമുക്ക് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 3 ഗുണം 4 12. 12/1 എന്ന് കിട്ടും. 12/1 12.
അപ്പൊ അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഭിന്നസംഖ്യ. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വെറും 3 തന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? 3/1 സംശയമുള്ളവർ അങ്ങനെ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതേപോലെ ഇനി താഴത്തെ ചെയ്യാം. താഴത്തെ ചെയ്യുമ്പോഴത്തേക്ക് മുകളിൽ ഒരു 3/2 ഉണ്ട്. ആ 3/2 അങ്ങനെ തന്നെ എഴുതാം. 3/2 അങ്ങനെ തന്നെ എഴുതാം. ഇനി ഇവിടുത്തെ 6 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 6 എന്ന് പറഞ്ഞാൽ 6/1 അല്ലേ? 6 എന്ന് പറഞ്ഞാൽ 6/1 അല്ലേ? ശരിക്കും 6 എന്ന് പറഞ്ഞാൽ 6/1 6/1 വിൽക്രമം എന്താണ്? 6/1 വിൽക്രമം 1/6 അല്ലേ? അപ്പൊ ഗുണം 1/6, 1/6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ മുകളിലുള്ള 3/2 അതുപോലെ തന്നെ എഴുതി. ഇനി താഴെയുള്ള 6, അതായത് 6/1 അതിന്റെ വിൽക്രമം 1/6, ആ 1/6 കൊണ്ട് ഗുണിക്കുക. ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. 3 6 കട്ട് ചെയ്ത് എത്ര വരും? 2 വരത്തില്ലേ? ഫിസിക്കറ്റ് മുകളിൽ 1 വരും, താഴെ 2 × 2 4 വരും. അപ്പൊ ഉത്തരം നമുക്ക് കിട്ടി. മുകളിൽ 12 കിട്ടി, താഴെ 1/4 കിട്ടി. ഓക്കെ ആണോ? ഭിന്നസംഖ്യ ഹരിക്കുന്നത് ഓക്കെ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണോ? ഓക്കെ. ഓക്കെ, ഭിന്നസംഖ്യ ഓക്കെ ആണെങ്കിൽ ഹരിക്കുന്നത്, ഗുണിക്കുന്നത്, കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, ഗുണിക്കുന്നത്, ഹരിക്കുന്നത്, ഇത്ര ഓക്കെ ആണെങ്കിൽ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് കമ്പയറിംഗ് ഫ്രാക്ഷൻസ് ആണ്. കമ്പയറിംഗ് ഫ്രാക്ഷൻസ്. ഓക്കെ ആണെങ്കിൽ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് കമ്പയറിംഗ് ഫ്രാക്ഷൻസ് ആണ്. കമ്പയറിംഗ് ഫ്രാക്ഷൻസ്. കമ്പയറിംഗ് ഫ്രാക്ഷൻസ്. കമ്പയറിംഗ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസിന്റെ താരതമ്യം. ഫ്രാക്ഷൻസിന്റെ താരതമ്യം. 2 ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ, 2ഓ അതിലധികമോ ഫ്രാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ അവയിൽ വലുതേത് ചെറുതേത് എന്ന് പറയാൻ ഉള്ള ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് PSCക്കും SSCക്കും റെയിൽവേക്കും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത് നമ്മൾ പലയിടത്തും വലിച്ചുവാരിയാണ് പഠിച്ച് അല്ലെങ്കിൽ പഠിപ്പിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ ഇതൊരു ഹെഡിങ് പോലെ, ഒരു പോയിന്റ്സ് പോലെ ഒരു 4 പോയിന്റ്സ് ആയിട്ട് അങ്ങ് എഴുതാം. എന്നിട്ട് ആ ഓരോ പോയിന്റ്സും ഓർത്ത് വെച്ച് പഠിക്കുക. അതാണ് കുറച്ചും എളുപ്പം. ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊരു 4 പോയിന്റ്സ് ആയിട്ട് ആദ്യം അങ്ങ് എഴുതാം. അതിൽ ആദ്യത്തെ പോയിന്റ്, ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആദ്യം വരുന്ന കാര്യം, വിത്ത് സെയിം ന്യൂമറേറ്റർ. വിത്ത് സെയിം ന്യൂമറേറ്റർ. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. എക്സാമ്പിള് 1/2, 1/3. ന്യൂമറേറ്റർ സെയിം ആണ്. ഇങ്ങനെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശം ഒരേപോലെ വന്നു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം പഠിക്കും. ഇനി രണ്ടാമത് പഠിക്കുന്നത് വിത്ത് സെയിം ഡിനോമിനേറ്റർ. ഛേദം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ രണ്ടാമത് പഠിക്കും. അതായത് ഛേദം ഒരുപോലെ വരിക എന്ന് പറഞ്ഞാൽ 1/4, 3/4. 1/4, 3/4. ഛേദം ഒരുപോലെ വരുന്നത്. ആദ്യം പറഞ്ഞത് അംശം ഒരുപോലെ വരുന്നത്, രണ്ടാമത് ഛേദം ഒരുപോലെ വരുന്നത്. ഓക്കെ, ഈ 2 രീതിയിലുണ്ട്. ഇനി മൂന്നാമത്തെ രീതി അംശവും ഛേദവും ഒരുപോലെ വരാത്തത്. ഓക്കെ, അംശവും ഛേദവും ഒരുപോലെ വരുന്നില്ല. ഡിഫറന്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ഡിഫറന്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, അതായത് അംശവും ഛേദവും വ്യത്യാസമാണ്, രണ്ടും രണ്ടാണ്. അപ്പൊ ആദ്യം പഠിച്ചത് അംശം ഒരുപോലെ വന്ന് 2 ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുന്നതാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. രണ്ടാമത് പഠിക്കുന്നത് ഛേദം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ 2 ഭിന്നസംഖ്യ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് രണ്ടാമത് പഠിക്കാൻ പോകുന്നത്. മൂന്നാമത്തത് ഡിഫറന്റ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, അതായത് അംശവും ഛേദവും വ്യത്യാസമാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. രീതിയിലുണ്ട്. ആ കുറെ രീതി പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് എല്ലായിടം ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലായിടം ഒരുവിധം ഉപയോഗിക്കാൻ പറ്റുന്നത് കൂട്ടത്തിൽ ഇച്ചിരി എളുപ്പമായിട്ടുള്ള 2 രീതികൾ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാല്
ഒന്നാമത്തെ രീതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മുമ്പ് ഒന്നാമത്തെ രീതി ക്രോസ് പഠിക്കണ്ട. ഒന്നാമത് ഡിഫറൻസ് സെയിം, ഡിഫറൻസ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നത്, അതായത് അംശത്തിന്റെയും ഛേദത്തിന്റെയും വ്യത്യാസം ഒരുപോലെ വരുന്നത്. അംശത്തിന്റെയും ഛേദത്തിന്റെയും വ്യത്യാസം ഒരുപോലെ വരുന്നത്. പിന്നെ രണ്ടാമത് പഠിക്കുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ രണ്ട് ഫ്രാക്ഷൻ കമ്പയർ ചെയ്യുന്നത് നമുക്ക് എത്ര രീതിയിൽ ചെയ്യാൻ പറ്റും? മെയിൻ ആയിട്ട് കുറെ രീതിയിൽ പറ്റും. എന്നാലും ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് 4 രീതിയിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? ആദ്യത്തേത് വിത്ത് സെയിം ന്യൂമറേറ്റർ, അംശം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? രണ്ടാമത് വിത്ത് സെയിം ഡിനോമിനേറ്റർ, ഛേദം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഭിന്നസംഖ്യ താരതമ്യം ചെയ്യാനുള്ളത്. മൂന്നാമത് അംശവും ഛേദവും ഒരുപോലെ വരുന്നില്ല, അംശവും ഛേദവും വ്യത്യസ്തമായിട്ട് വരുന്നു. അതുപോലെ അംശവും ഛേദവും വ്യത്യസ്തമായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത് എന്നുള്ളത് വീണ്ടും നമ്മൾ ഒരു 2 രീതി പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ വരുന്നു. ഓക്കെ, അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ വന്നാൽ എങ്ങനെയാ ചെയ്യുന്നതെന്ന്. ഇനി അതും ഒരുപോലെ വന്നില്ലെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വഴി. ഓക്കെ ആണോ? ഹെഡിങ്സ് ഓക്കെ ആണോ? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഒരു 4 രീതിയിൽ. ഈ ഒരു 4 ഹെഡിങ് വെച്ച് തന്നെ പഠിക്കുക. അപ്പൊ ഇത്രയും 4 രീതിയിലാണ് പഠിക്കുന്നത്. അതിൽ ഓരോന്നും നമുക്ക് പഠിക്കാം. ആദ്യത്തത് സെയിം ന്യൂമറേറ്റർ, അംശം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അംശം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. കമ്പയറിംഗ് ഫ്രാക്ഷൻ, ഫസ്റ്റ് സെയിം ന്യൂമറേറ്റർ, അംശം ഒരുപോലെ, അംശം തുല്യമായ എക്സാമ്പിള് 1/2, 1/3, 1/4, 1/5. ഇവിടെയൊക്കെ അംശം തുല്യമാണ്. ഇതുപോലെ അംശം തുല്യമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭിന്നസംഖ്യ വലുതാണോ ചെറുതാണോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 1/2, 1/3, 1/4 ഇതിന് ഷോർട്ട് കട്ടായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് പിന്നെ ചെറിയ അംശമുള്ളത് വലിയ സംഖ്യയും വലിയ അംശമുള്ളത് ചെറിയ സംഖ്യയും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി. അതായത് നേരെ ഓപ്പോസിറ്റ്. അംശം തുല്യമായി കഴിഞ്ഞാൽ ചെറിയ അംശമുള്ളത് ചെറിയ ഛേദമുള്ളത് വലിയ സംഖ്യയും വലിയ ഛേദമുള്ളത് ചെറിയ സംഖ്യ, അങ്ങനെയൊക്കെ പറയാം. ഞാൻ അങ്ങനെ പറയുന്നില്ല, ഞാൻ വേറൊരു രീതിയിൽ പറയാൻ പോവാണ്. ഞാൻ പറയുന്ന രീതി എന്ന് പറഞ്ഞാലേ, ഒന്ന് എടുക്കുക, ഒന്ന് അതിനു മുമ്പ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലേ? ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഞാൻ ചെയ്യുന്നതേ ഈ രീതിയിലൊന്ന് ആലോചിക്കുകയാണ്. ഒന്നിനെ 2 കഷ്ണമാക്കുന്നു, ഒന്നിനെ 3 കഷ്ണമാക്കുന്നു. ഒരു കേക്കാണ്, ഒന്നെന്ന് പറഞ്ഞാൽ ഒരു കേക്കാണ്. ഒരു കേക്കിനെ 2 കഷ്ണമാക്കുന്നു, ഒരു കേക്കിനെ 3 കഷ്ണമാക്കുന്നു, ഒരു കേക്കിനെ 4 കഷ്ണമാക്കുന്നു, ഒരു കേക്കിനെ 5 കഷ്ണമാക്കുന്നു. ഇതില് ഏത് കേസിലാണ് കൂടുതൽ വലിയ പീസ് കിട്ടുന്നത്? ഒരു കേക്കിനെ 2 കഷ്ണമാക്കുമ്പോഴാണോ, ഒരു കേക്കിനെ 3 കഷ്ണമാക്കുമ്പോഴാണോ, ഒരു കേക്കിനെ 4 കഷ്ണമാക്കുമ്പോഴാണോ, ഒരു കേക്കിനെ 5 കഷ്ണമാക്കുമ്പോഴാണോ വലിയ പീസ് കിട്ടുന്നത്? ഒരു കേക്കിനെ 2 കഷ്ണമാക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? വലിയ പീസ് കിട്ടുന്നില്ലേ? അതാണ് അതിന്റെ ഒരു സിമ്പിൾ ലോജിക്ക്. വേറെ രീതിയിൽ ഒന്നും ആലോചിച്ച് നോക്കണ്ട, അതാണ് അതിന്റെ ഏറ്റവും ഒരു സിമ്പിൾ ലോജിക്ക്. അപ്പോൾ അംശം തുല്യമായി കഴിഞ്ഞാൽ ഈ രീതിയിൽ ആലോചിച്ചാൽ മതി. ഒരു കേക്കിനെ 2 കഷ്ണമാക്കുന്നു, ഒരു കേക്കിനെ 3 കഷ്ണമാക്കുന്നു, ഒരു കേക്കിനെ 4 കഷ്ണമാക്കുന്നു, ഒരു കേക്കിനെ 5 കഷ്ണമാക്കുന്നു. ഇതിൽ എവിടെയാണ് വലിയ പീസ് കിട്ടുന്നത്? ഒരു കേക്കിനെ 2 കഷ്ണമാക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഒരു വലിയ പീസ് കിട്ടുന്നത്. അതായത് ഇതിൽ ഏതാണ് വലുത്? 1/2 ആണ് വലുത്. ഇതിൽ ഏറ്റവും വലുത് 1/2 ആണ്. അതിനെക്കാട്ടിയും വലുത് ഏതാണ്? അതിനെക്കാട്ടിയും വലുത് 1/3, അതിനെക്കാട്ടിയും ചെറുത് 1/3. ഇനി അതിലും ചെറുത് 1/4, ഏറ്റവും ചെറുത് 1/5. ഒരു കേക്കിനെ 5 കഷ്ണമാക്കുന്നതാണ് ഏറ്റവും ചെറുത്. മനസ്സിലായോ? ആ ട്രിക്ക് പിടി കിട്ടിയോ? ആ രീതിയിൽ ചിന്തിക്കാൻ ഓക്കെ ആയോ? മനസ്സിലായോ? ആ രീതി ചിന്തിക്കുന്നത് ഓക്കെ ആയെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 3/5
3/7, 3/11, 3/8. ഇതിലേതാണ് വലുത്, ഇതിലേതാണ് ചെറുത്? ഇതിലേതാണ് ഏറ്റവും വലുത്, ഏതാണ് ഏറ്റവും ചെറുത്? 3/5 ആണ് അല്ലേ ഏറ്റവും വലുത്. ഏറ്റവും വലുത് 3/5 അല്ലേ? ഏറ്റവും ചെറുതോ? ഏറ്റവും വലുത് 3/5ഉം ഏറ്റവും ചെറുത് ഏതാണ്? 3/11 അല്ലേ? ഏറ്റവും ചെറുത് 3/11. ഏറ്റവും വലുത് 3/5ഉം ഏറ്റവും ചെറുത് 3/11. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ ഒരു കേക്കല്ല, മുകളിലുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അംശം സെയിം ആണ്, അംശമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു കേക്കല്ല, എത്ര കേക്കാണ്? 3 കേക്കാണ് അല്ലേ? 3 കേക്കാണ്, ഒരു കേക്കല്ല 3 കേക്കാണ്. ഒരു കേക്കല്ല, ഒരു കേക്കല്ല 3 കേക്കാണ്. അപ്പൊ 3 കേക്കിന്റെ കാര്യം എടുക്കാം. 3 കേക്കിനെ 5ആയിട്ട് ഭാഗിക്കുന്നു. 3 കേക്കിനെ 7 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. 3 കേക്ക് 11 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. 3 കേക്ക് 8 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോ 3 കേക്ക് ആദ്യം 5 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. 3 കേക്ക് പിന്നീട് 7 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. 3 കേക്ക് 11 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. 3 കേക്ക് 8 പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. ഇതിൽ എവിടെയാണ് വലിയ ഘട്ടം കിട്ടുന്നത്? ആർക്കാണ് കൂടുതൽ വലിയ പീസ് കിട്ടുന്നത്? 3 കേക്ക് 5 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോഴാണോ, അതോ 3 കേക്ക് 7 പേർക്ക് വീതിച്ചു കൊടുത്തപ്പോഴാണോ, അതോ 3 കേക്ക് 11 പേർക്കായിട്ട് കൊടുത്തപ്പോഴാണോ, അതോ 3 കേക്ക് 8 പേർക്കായിട്ട് കൊടുത്തപ്പോഴാണോ? എപ്പോഴാണ് വലിയ പീസ് കിട്ടുന്നത്? കൂടുതൽ പീസ് നമുക്ക് കിട്ടുന്നത്, വലിയ പീസ് കിട്ടുന്ന എപ്പോഴാണ്? 3 കേക്ക് 5 പേർക്കായിട്ട് കൊടുത്തപ്പോഴാണ് അല്ലേ? അപ്പൊ കൂട്ടത്തിൽ വലുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 3/5 ആണ് വലുത്. 3/5 ആണ് വലുത്. പിന്നെ അതാണ് ഏറ്റവും വലുത്. അതിൽ ചെറുത് ഏതാ? അതിൽ ചെറുത് 3/7 ആണ്. 3 കേക്ക് 7 പേർക്ക് വീതിച്ചു കൊടുക്കുന്നതാണ് അതിൽ ചെറുത്. അതിൽ ചെറുത് ഏതാ? 3/8. 3 കേക്ക് 8 പേർക്ക് വീതിച്ചു കൊടുത്തതാണ് അതിൽ ചെറുത്. ഏറ്റവും ചെറിയ പീസ് കിട്ടുന്ന എപ്പോഴാ? ഏറ്റവും ചെറുത്, ഒന്നും കിട്ടത്തില്ല, ഇച്ചിരിയേ കിട്ടത്തുള്ളൂ. എപ്പോഴാ കുറച്ച് കിട്ടുന്ന? 3 കേക്ക് 11 പേർക്ക് വീതിച്ചു കൊടുക്കുമ്പോഴാണ് ഏറ്റവും ചെറുത് കിട്ടുന്നത്. മനസ്സിലായോ? ആ ട്രിക്ക് പിടി കിട്ടിയോ? ഈ ട്രിക്ക് മതിയോ? അതോ മറ്റേ ചെറിയ ഛേദം വരുമ്പോൾ വലിയ സംഖ്യയും വലിയ ഛേദം വരുമ്പോൾ ചെറിയ സംഖ്യയും അതാണോ നല്ലത്? അതാകുമ്പം ഒരു പ്രത്യേകിച്ച് എല്ലാവർക്കും ഒന്നും ചിലപ്പം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഈ ചെറിയ ഛേദം വരുമ്പോ വലിയ ഛേദം വരുമ്പം ചെറിയ സംഖ്യ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്നും ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോ ഒന്നുമില്ല, സിമ്പിള് കാര്യമാണ്. ഒരു കേക്കിന്റെ കഥ. ഒരു കേക്ക് 5ആയിട്ട് മുറിച്ചു. ഒരു കേക്ക് 7 പേർക്ക് കൊടുത്തു. ഒരു കേക്ക് 1 പേർക്ക് കൊടുത്തു. ഒരു കേക്ക് 8 പേർക്ക് കൊടുത്തു. നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന കാര്യം നമുക്കറിയാം. എപ്പോഴാണ് കൂടുതൽ കിട്ടുന്നത്, എപ്പോഴാണ് കുറവ് കിട്ടുന്നതൊക്കെ നമുക്കറിയാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പം അംശം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കേക്ക് മുറിക്കുന്നതെന്ന് അറിയാലോ. കേക്ക് മുറിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത്, ആർക്കാണ് കുറവ് കിട്ടുന്നതെന്നോ ഉള്ള ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. സെറ്റ് ആണെങ്കിൽ ഞാൻ 3 ക്വസ്റ്റ്യൻ എഴുതും. ആ 3 ക്വസ്റ്റ്യനിൽ ഞാൻ 3 ക്വസ്റ്റ്യൻ എഴുതും. ആ 3 ക്വസ്റ്റ്യനിൽ വലുത് മാത്രം എഴുതുക. ഞാൻ 3 ക്വസ്റ്റ്യൻ എഴുതാം. ആ 3 ക്വസ്റ്റ്യനിൽ വലുത് മാത്രം എഴുതുക. ഓക്കെ, ഓർഡറിന് വലുത് മാത്രം എഴുതുക. ഒന്ന് 7/11, 7/11, 7/13, 7/17, 7/15. ഇതില് വലുത് മാത്രം എഴുതുക. കൂട്ടത്തിൽ വലുത് മാത്രം എഴുതുക. വീഡിയോ ക്ലിയർ അല്ല. ഓക്കെ, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഇപ്പോഴോ വീഡിയോ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, ഇതില് വലുത് ഏതാണെന്ന് പറയുക. 7/11, 7/13, 7/17, 7/15. ഇതില് വലുത് ഏതാണെന്ന് പറയുക. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ പറയാം. ഇത്തരം നിങ്ങൾ എത്ര? 7/11 അല്ലേ? വലുത് 7/11. അപ്പൊ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്ന് പറയാം.
7 കേക്ക്. ഓക്കെ, 7 കേക്ക് 11 പേർക്ക് വീതിച്ചു കൊടുത്തു. 7 കേക്ക് 13 പേർക്ക് വീതിച്ചു കൊടുത്തു. 7 കേക്ക് 17 പേർക്ക് വീതിച്ചു കൊടുത്തു. 7 കേക്ക് 15 പേർക്ക് വീതിച്ചു കൊടുത്തു. എപ്പോഴാ വലിയ പീസ് കിട്ടുന്നത്? എപ്പോഴാ വലിയ പീസ് കിട്ടുന്നത്? 7 കേക്ക് 11 പേർക്ക് വീതിച്ചു കൊടുക്കുമ്പോഴല്ലേ വലിയ പീസ് കിട്ടുന്നത്. കൂട്ടത്തിൽ വലുത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 7/11. ഓക്കെ ആണോ? ഏറ്റവും ചെറുത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 7/17 വരും. ഓക്കെ, വൺ മോർ ക്വസ്റ്റ്യൻ. 5/19, 5/19, 5/9, 5/14, 5/21. ഇതില് വലുതേത്? 5/19, 5/9, 5/14, 5/21. ഇതില് വലുതേത്? ഇവയിൽ വലുതേത്? 5/19, 5/9, 5/14, 5/21. ഇവയിൽ വലുതേത്? ഏതാണ്? 5/9. യെസ്, 5/9. സിമ്പിൾ ലോജിക്. നമ്മുടെ സിമ്പിൾ ലോജിക് എങ്ങനെയാ ചിന്തിക്കുന്നത്? നമ്മള് 5 കേക്ക് 19 പേർക്ക് വീതിച്ചു കൊടുത്തു. 5 കേക്ക് 9 പേർക്ക് വീതിച്ചു കൊടുത്തു. 5 കേക്ക് 14 പേർക്ക് വീതിച്ചു കൊടുത്തു. 5 കേക്ക് 21 പേർക്ക് വീതിച്ചു കൊടുത്തു. അപ്പൊ ഇതില് ഏത് കേസിലാണ് വലിയ പീസ് കിട്ടുന്നത്, കൂടുതൽ കിട്ടുന്നത്? 5 കേക്ക് 9 പേർക്ക് വീതിച്ചു കൊടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഒരാൾക്ക് വലിയ പീസ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ വലുത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? 5/9. അപ്പോൾ അംശം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ വലിയ ഭിന്നസംഖ്യയും ചെറിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കുന്നത് സെറ്റാണോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് മനസ്സിൽ ഉറപ്പിക്കേണ്ട കാര്യം, അംശം ഒരുപോലെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മറക്കല്ല്. അംശം ഒരുപോലെ വരുമ്പോഴാണ് നമ്മൾ ഈ രീതി ചിന്തിക്കുന്നത്. ഓരോ ക്വസ്റ്റിനും ഓരോ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ചു വെച്ചേക്കുന്നത് അംശം ഒരുപോലെ വരുമ്പോഴാണ്. ഓക്കെ, ഇനി അടുത്തത് അംശം ഒരുപോലെ വരുന്നില്ല, ഛേദം ഒരുപോലെ വരുന്നത്. ഛേദം ഒരുപോലെ വരുന്നത്. രണ്ടാമത്തത് ഛേദം ഒരുപോലെ വരുന്നത്. സെയിം ഡിനോമിനേറ്റർ. ഛേദം തുല്യം. ഛേദം തുല്യം. ഛേദം തുല്യമാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം. ഓക്കെ, ഛേദം തുല്യമാണെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എക്സാമ്പിള്, ഛേദം തുല്യമായിട്ടുള്ള എക്സാമ്പിള് ഇപ്പം 7/11, 9/11, 3/11, 5/11. സെയിം ഡിനോമിനേറ്റർ, ഛേദം തുല്യമായി വരുന്നു. ഛേദം തുല്യമായി വന്നു കഴിഞ്ഞാൽ വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഇത് പിന്നെ അത്രേന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അന്ന് ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും അല്ലെ, രണ്ട് രീതിയിൽ പറഞ്ഞായിരുന്നു. ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷനാണ്. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ, നമ്മൾ നിത്യജീവിതത്തിൽ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രാക്ഷനാണ് ഈ പ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ അവിടെ അധികം സംശയത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. എന്താ പറയാൻ പോവാണ്, ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. എങ്ങനെ ആലോചിക്കുന്നേ? 11 കഷ്ണത്തിൽ, അപ്പൊ താഴെയാണ് ഒരുപോലെ. അപ്പൊ നേരത്തെ അംശം ഒരുപോലെ വന്നപ്പോൾ നമ്മൾ അംശത്തിൽ നിന്നാ പറഞ്ഞു തുടങ്ങിയത്. ഇവിടെ ഛേദം ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ ഛേദത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങാൻ പോകാം. നോക്കിക്കോ, 11 പീസിൽ 7 പീസ്. ഓക്കെ, 11 കഷ്ണത്തിൽ 7 കഷ്ണം, 11 കഷ്ണത്തിൽ 9 കഷ്ണം, 11 കഷ്ണത്തിൽ 3 കഷ്ണം, 11 പീസ് ഉള്ളതിൽ 5 പീസ്. ഓക്കെ, ഒരു കേക്ക് 11 പീസ് ആക്കിയതിൽ 7 പീസ് നമുക്ക് കിട്ടുന്നു. 11 പീസ് ഉള്ളതിൽ 9 പീസ് നമുക്ക് കിട്ടുന്നു. 11 പീസ് ഉള്ളതിൽ 3 ഓക്കെ, 11 പീസ് ഉള്ളതിൽ 3 പീസ് നമുക്ക് കിട്ടുന്നു. 11 പീസ് ഉള്ളതിൽ 5 പീസ് നമുക്ക് കിട്ടുന്നു.
രക്ഷാകർത്താവ്. കേൾക്കാൻ വയ്യല്ലോ, കുറച്ചുകൂടെ ഉറക്കെ പറയോ, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ആദ്യത്തെ ഓക്കെ, ആദ്യത്തെ അവൻ ചേട്ടാ അപ്പൊ എന്നാ പറഞ്ഞത് ഏതിനകത്ത് നോക്കുന്ന ഏത് ആപ്പാ നോക്കുന്ന മലയാളം ഇത് ഏതിനകത്ത് കയറിയത് ആരുടെനകത്ത് കയറിയത് ഇത് മലയാളം ഫസ്റ്റ് ബെല്ലാണ് കയറി ആ, ഏതിലൊക്കെ കയറിയത് ടെൻസിനകത്ത് കയറിയത് എന്താ ക്ലാസ് ഓൺ ആക്കി വെച്ചിട്ട് ഇപ്പൊ ചെയ്ത് കറക്റ്റ് ഇത് ആരെങ്കിലും ഒന്ന് ഓഫ് ചെയ്യാൻ പറ. ശ്രീരാജെ, ശ്രീരാജ് ഒന്ന് ഓഫ് ചെയ്യും. അമ്മ ചെയ്യാൻ ശ്രീരാജ് നീ ഒന്ന് ഓഫ് ചെയ്യാൻ പറ. കിടക്കുന്നുണ്ടല്ലോ ഞാൻ ചെയ്തോട്ടെ അമ്പനെ ഒന്ന് ഓഫ് ചെയ്. ഓക്കെ ഓക്കെ, ഞാൻ തന്നെ ഓഫ് ചെയ്ത്. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ആലോചിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെ ആലോചിക്കുന്നത്? 11 കഷ്ണത്തിൽ 7 കഷ്ണം, 11 കഷ്ണത്തിൽ 9 കഷ്ണം, 11 കഷ്ണത്തിൽ 3 കഷ്ണം, 11 കഷ്ണത്തിൽ 5 കഷ്ണം. ഇങ്ങനെയാണ് നമ്മളിത് ആലോചിക്കുന്നത്. 11 കഷ്ണത്തിൽ 7 കഷ്ണം, 11 പീസിൽ 9 പീസ്, 11 പീസിൽ 3 പീസ്, 11 പീസിൽ 5 പീസ്. എപ്പോഴാണ് നമുക്ക് കൂടുതൽ കഷ്ണം കിട്ടുന്നത്? കൂടുതൽ കഷ്ണങ്ങൾ കിട്ടുന്ന എപ്പോഴാണ്? ഒരു കേക്ക് മുറിച്ച് ആ 11 പീസാക്കിയിട്ട് അതിൽ കൂടുതൽ കഷ്ണം നമുക്ക് കിട്ടുന്ന എപ്പോഴാണ്? 11 കഷ്ണത്തിൽ 9 കഷ്ണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഇവിടെ വലുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11ൽ 9 വലുത്. 11ൽ 9 വലുത്. ചെറുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ചെറുത്? ഇത് വലുത്. 11ൽ 9 വലുതും 11ൽ 3 ചെറുത്. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കോമൺ മെത്തേഡിൽ ഓർത്തിരിക്കുക. അപ്പോൾ അംശം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഛേദം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും പറഞ്ഞു. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യണോ? അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ക്ലിയർ ആയി? ഒന്നുകൂടെ പറയാം. യെസ്, ഒന്നുകൂടെ പറയാം. യെസ്, ഒന്നുകൂടെ പറയാം. അനഘെ, അഭിമേ, ഒന്നുകൂടെ പറയാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം നമുക്ക്. 13ൽ 7, 13ൽ 2, 13ൽ 5, 13ൽ 11. ഇവിടെ എല്ലാം ഛേദം ഒരുപോലെയാണ്. അപ്പൊ ഇതിൽ വലുതേത് ചെറുതേത്? ഇതാ ക്വസ്റ്റ്യൻ. ഇതിൽ വലുതേത് ചെറുതേത്? നിങ്ങൾ ആദ്യം ഒന്ന് വേണമെങ്കിൽ ആ ആൻസർ കമന്റ് ചെയ്തോ, എന്നിട്ട് ഞാൻ പറയാം. ഇതിൽ വലുതേത് ചെറുതേത്? യെസ്, വലുത്. യെസ്, വലുത് ഏതാണ്? വലുത് 11/13. 11/13 വലുതും. ചെറുത് ഏതാണ്? ചെറുത് 2/13. വലുത് 11/13, ചെറുത് 2/13. ഓക്കെ, വലുത് 11/13, ചെറുത് 2/13. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് കൂടെ പറയാം. ഒന്നുമില്ല, ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. ഒരു കേക്ക് 13 കഷ്ണമാക്കി. 13 കഷ്ണമാക്കിയതിൽ 7 കഷ്ണം. 13 കഷ്ണമാക്കിയതിൽ 7 കഷ്ണം. ഇനി ഒരു കേക്ക് 13 കഷ്ണമാക്കിയതിൽ 2 കഷ്ണം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഒരു കേക്ക് 13 കഷ്ണമാക്കിയതിൽ 5 കഷ്ണം നമുക്ക് കിട്ടി. ഇനി ഒരു കേക്ക് 13 കഷ്ണമാക്കിയതിൽ 11 കഷ്ണം നമുക്ക് കിട്ടി. മനസ്സിലായോ? അപ്പൊ ഇതിൽ എപ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്? ഒരു കേക്ക് 13 കഷ്ണമാക്കിയതിൽ 11 കഷ്ണവും നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ആ 13 കഷ്ണത്തിൽ 2 കഷ്ണം മാത്രമേ നമുക്ക് കിട്ടിയോളെങ്കിൽ നമുക്ക് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, ഒന്നും കിട്ടിയിട്ടില്ല. ആ 13 കഷ്ണത്തിൽ 11 കഷ്ണം നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അല്ലെ തന്നെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ എക്സാമിന് പറയത്തില്ലേ, 13 ഇപ്പൊ മാത്സിന്റെ ക്വസ്റ്റ്യൻ 13 ഉണ്ടെന്ന് വിചാരിച്ചു. 13 7 ശരിയായി. 13 2 ശരിയായുള്ളൂ. 13 5 ശരിയായി. 13 11 ശരിയായി. എപ്പോഴാണ് നമുക്ക് കൂടുതൽ ശരി കിട്ടിയത്? 13 11 ശരിയാക്കിയപ്പോഴല്ലേ നമുക്ക് കൂടുതൽ ശരി കിട്ടിയത്. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചാലും മതി.
അപ്പോൾ ഛേദം ഒരുപോലെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലായോ? സെറ്റായോ? മനസ്സിലായോ? ഇനി മറക്കോ ഈ സംഭവം? നമ്മുടെ ആ ഡൗട്ട് ചോദിച്ച ആ അവർക്കും 3 പേർക്കും മനസ്സിലായോ? കിട്ടിയോ? ഇപ്പൊ സെറ്റായില്ലേ? എങ്ങനെയാണ് ഇത് ചിന്തിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതി. എല്ലാം അങ്ങനെയാണ്, ഏതൊരു കാര്യമായാലും അങ്ങനെയാണ്. പ്രയാസമുള്ള പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റിയാൽ മതി, അത് എളുപ്പമാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അംശവും ഛേദവും ഒരുപോലെ വരുന്ന സമയത്ത് വലുതും ചെറുതും കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? സെറ്റല്ലേ? ഓക്കെ. ഇനി അടുത്ത ചെയ്യാം നമുക്ക്. ഇനി അംശവും ഛേദവും ഒരുപോലെ വരുന്നില്ല, അപ്പോൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അംശം തുല്യമല്ല, അംശം തുല്യമല്ല, അതുപോലെ തന്നെ ഛേദവും തുല്യമല്ല. രണ്ടും തുല്യമല്ല. അംശവും ഒരുപോലെ വരുന്നില്ല, ഛേദവും ഒരുപോലെ വരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളത് എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയുള്ളത് കുറെ രീതിയുണ്ട്, അതിൽ 2 രീതി നമുക്ക് പഠിക്കാം. ആദ്യത്തെ രീതി 10/13, 5/8, 11/14, 8/11. ഇവയിൽ വലുതേത് ചെറുതേത്? ഇവയിൽ 4 ഭിന്നസംഖ്യയാണ്. ഈ 4 ഭിന്നസംഖ്യയിൽ വലുതേത് ചെറുതേത്? ഇതാ ക്വസ്റ്റ്യൻ. ഇവയിൽ വലുതേത് ചെറുതേത്? അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആൻസർ കമന്റ് ചെയ്തോ. ഒരു 30 സെക്കൻഡ് 30 സെക്കൻഡ് കൊണ്ട് അറിയാവുന്നവർ കമന്റ് ചെയ്തോ. ഇവയിൽ വലുതേത് ചെറുതേത്? പതിനൊന്ന് ബൈ 14 അല്ലേ? 11/14. യെസ്, 11/14. യെസ്, 11/14. 11/14 വലുത്. ചെറുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/8 ആണ്. ചെറുത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5/8 ആണ്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അപ്പൊ 2 രീതിയുണ്ട്, ഇതും 2 രീതിയുണ്ട്. അതിൽ ആദ്യത്തെ രീതിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ രീതി. ഈ ആദ്യത്തെ രീതി എല്ലായിടവും ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ട്. നമ്മുടെ ഒരു എക്സാമിന്റെ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ തരും. അതുകൊണ്ട് നമ്മൾ ഈ രീതി പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ട കാര്യം അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഓക്കെ, അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 10ഉം 13. 10ഉം 13. ഇവിടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10ഉം 13. ഇവിടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? എത്രയാണ്? 3 അല്ലേ? ഇവിടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3. അവിടെ വ്യത്യാസം 3. അടുത്തടുത്ത് വ്യത്യാസം ഇവിടെ 5ഉം 8ഉം. അവിടുത്തെ വ്യത്യാസം എത്രയാണ്? 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം. ഇവിടെയും വ്യത്യാസം 3. ഇനി 11ഉം 14. അവിടുത്തെ വ്യത്യാസം എത്രയാണ്? 3. 8ഉം 11ഉം. അവിടുത്തെ വ്യത്യാസം എത്രയാണ്? 3. മനസ്സിലായോ? അപ്പൊ 10ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം 3, 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 3, 11ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 3, 8ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 3. നമ്മൾ വ്യത്യാസം കണ്ടുപിടിച്ചു. വ്യത്യാസം കണ്ടുപിടിച്ചപ്പോ എത്ര കിട്ടി? 3 കിട്ടി. മനസ്സിലായോ? അപ്പൊ 10ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം 3, 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 3, 11ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 3, 8ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 3. മനസ്സിലായോ? ഓക്കെ. ഇതുപോലെ വ്യത്യാസം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ വ്യത്യാസം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വലിയ ഛേദം ഏതാണോ, ഓക്കെ, വലിയ ഛേദം ഏതാണോ ആ സംഖ്യ ആയിരിക്കും വലുത്. അപ്പൊ ഇങ്ങനെ വ്യത്യാസം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ അവിടെ വലിയ ഛേദം വരുന്ന ഭിന്നസംഖ്യ ഏതാണോ ആ ഭിന്നസംഖ്യ ആയിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ചെറിയ ഛേദം വരുന്ന ഭിന്നസംഖ്യ ഏതാണോ ആ ഭിന്നസംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആലോചിക്കാം. അപ്പൊ ഇവിടെ വലുത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വലിയ ഛേദം, അപ്പൊ ഇതാണ് വലുത്.
ഇതാണ് ഏറ്റവും ചെറിയ ഛേദം, അതുകൊണ്ട് ഇതാണ് ചെറുത്. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. 4 ഭിന്നസംഖ്യ, 10/13, 5/8, 11/14, 8/11. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവയുടെ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്നു. 13 10 പോയി കഴിഞ്ഞാൽ 3, 8 5 പോയി കഴിഞ്ഞാൽ 3, 14 11 പോയി കഴിഞ്ഞാൽ 3, 11 8 പോയി കഴിഞ്ഞാൽ 3. അപ്പൊ ഇങ്ങനെ വ്യത്യാസം ഒരുപോലെ വന്നു. വ്യത്യാസം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, കൂട്ടത്തിൽ വലിയ ഛേദമുള്ള ഏത് ഭിന്നസംഖ്യയാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ, ചെറിയ ഛേദമുള്ള ഏത് ഭിന്നസംഖ്യയാണോ അതായിരിക്കും കൂട്ടത്തിൽ ചെറിയ ഭിന്നസംഖ്യ. ഒന്ന് നോക്കിയാൽ മനസ്സിലായോ? നോക്കി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ നോക്കിയിട്ട്. എപ്പോഴും ഡിഫറൻസ് സെയിം ആണെങ്കിലേ ദിവ്യ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഡിഫറൻസ് സെയിം ആണെങ്കിലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സെയിം അല്ലെങ്കിൽ വേറെ മെത്തേഡ് ഉണ്ട്. ഇതുപോലെ അംശവും ഛേദവും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപോലെ വന്നാൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, 1 2 ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും. ഫോർ ബൈ 5, 2/3, 7/8, 6/7. ഇതിൽ വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത്? ഇതിൽ വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത്? ഇതിലെ വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ? ഇതിൽ വലിയ ഭിന്നസംഖ്യ ഏത്, ചെറിയ ഭിന്നസംഖ്യ ഏത്? ഓക്കെ, കിട്ടിയല്ലോ അല്ലെ? വലുതേത് ചെറുതേത് കിട്ടി. 7/8 വലുതും 2/3 ചെറുതും. സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ. ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, വ്യത്യാസം തുല്യമാണോ നോക്കുക. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെയാണോ നോക്കുക. ഒരുപോലെയാണോ നോക്കിയേ. 5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 5ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 ആണ്. 3ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 8ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. 7ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാല് എല്ലായിടത്തും വ്യത്യാസം എങ്ങനെ വന്നു? ഒരുപോലെ വന്നു. ഇതുപോലെ വ്യത്യാസം ഒരുപോലെ വന്നു കഴിഞ്ഞാൽ, അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ ഒരുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? വലിയ ഛേദം വരുന്ന ഭിന്നസംഖ്യ ഏതാണോ അതായിരിക്കും വലിയ സംഖ്യ. ഇതാണ് വലിയ ഛേദം. 8 ആണ് വലിയ ഛേദം. അപ്പോൾ 7/8 ആണ് വലുത്. 7/8 വലുത്. വലുത് 7/8. ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുത് 2/3. ചെറുത് 3 ആണ് കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ഛേദം, അതുകൊണ്ട് 2/3 ചെറുത്. 2/3 ചെറുത്. മനസ്സിലായോ?
അപ്പോൾ അംശവും ഛേദവും തുല്യമല്ല, പക്ഷെ അവ തമ്മിലുള്ള വ്യത്യാസം തുല്യമായാൽ എങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും ഒന്നുകൂടി പറയണോ ഇത്? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ക്ലിയർ? യെസ്, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഫുള്ള് കമന്റ് വരുന്നില്ലല്ലോ. കമന്റ് 3-4 കമന്റ് ആയാളല്ലോ. ഇപ്പൊ കമന്റും വരട്ടെ. ഓക്കെ, ക്ലിയർ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ വ്യത്യാസം ഒരുപോലെ വരുന്നില്ല, അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായിട്ട് വരുന്നില്ല. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമല്ലെങ്കിൽ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമല്ല. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ എഴുതാം. 1/3, 1/4, 2/3, 3/4. 1/3, 1/4, 2/3, 3/4. 4 ഭിന്നസംഖ്യ ഉണ്ട്. അപ്പൊ ഇതിൽ വലുതേത് ചെറുതേത്, അല്ലെങ്കിൽ ഇവ അതിന്റെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതണം. ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതണം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കൂട്ടത്തിൽ വലുതേത് ചെറുതേത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് അംശം ഒരുപോലാണോ? അല്ല, അംശം ഒരുപോലല്ല. ഇനി ഛേദം ഒരുപോലെയാണോ? അല്ല. ഛേദവും ഒരുപോലെയല്ല, അംശവും ഒരുപോലല്ല, ഛേദവും ഒരുപോലല്ല. ഇനി വ്യത്യാസം നോക്കാം. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. 3 1 തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും? വ്യത്യാസം 2 വരും. 4 1 തമ്മിലുള്ള വ്യത്യാസം 3 വരും. 3 2 തമ്മിലുള്ള വ്യത്യാസം 1 വരും. 4 3 തമ്മിലുള്ള വ്യത്യാസം 1 വരും. 3 1 തമ്മിലുള്ള വ്യത്യാസം 2 വരും. 4 1 തമ്മിലുള്ള വ്യത്യാസം 3 വരും. 3 2 തമ്മിലുള്ള വ്യത്യാസം 1 വരും. 4 3 തമ്മിലുള്ള വ്യത്യാസം 1 വരും. വ്യത്യാസം തുല്യമാണോ? അല്ല. വ്യത്യാസം തുല്യമല്ലല്ലോ. വ്യത്യാസം തുല്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നോക്കാം. 1/3, 1/4, 2/3, 3/4. 1/3, 1/4, 2/3, 3/4. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാം കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്യാം. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരുമിച്ച് കമ്പയർ ചെയ്യാൻ പറ്റും, LCM ഒക്കെ എടുത്തിട്ട് പറ്റും. ഇരട്ടി പണിയാ. അത് അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്യാൻ പോവാം. ഓക്കെ, രണ്ടെണ്ണം വെച്ച് ആദ്യം ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പോവാം. 1/3ഉം 1/4ഉം കമ്പയർ ചെയ്യാൻ പോവാം. ഓക്കെ, ആദ്യം 1/3ഉം 1/4ഉം കമ്പയർ ചെയ്യാൻ പോവാം. അപ്പൊ അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചിരുന്നോ? ആ ഓർഡറിൽ തന്നെ എഴുതണം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാണ്. അതിനൊരു ഓർഡർ ഉണ്ട്. എവിടുന്നാണോ ഗുണിച്ചു തുടങ്ങുന്നത് അവിടെ തന്നെ ഗുണനഫലം എഴുതണം. ഗുണിച്ച് കിട്ടുന്ന ഗുണനഫലം അവിടെ തന്നെ എഴുതണം. ഓക്കെ, എവിടുന്നാണോ ഗുണിച്ചു തുടങ്ങുന്നത് അവിടെ തന്നെ എഴുതണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് 1 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ 1-ന്നാണല്ലോ പറഞ്ഞു തുടങ്ങിയത്. ആ 1ന്റെ അവിടെ തന്നെ എഴുതണം കേട്ടോ. അതായത് ഒരേ രീതിയിൽ തന്നെ, ഒന്നിൽ 2 അംശത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം, അല്ലെങ്കിൽ 2 ഛേദത്തിൽ നിന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പൊ പറഞ്ഞു തുടങ്ങുമ്പോൾ 2 അംശത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങണം. അതായത് 1 × 4 ഇങ്ങോട്ട് ചെയ്യുക, പിന്നെ അങ്ങോട്ട് ചെയ്യുക, പിന്നെ ഇങ്ങോട്ട് ചെയ്യുക. അപ്പൊ ആദ്യം നമുക്ക് 1 × 4 എടുക്കാം. 1 × 4 എത്ര കിട്ടും? 1 × 4
1 ഗുണം 4. പിന്നെ നമ്മൾ നോക്കുന്ന ഏതാ? 1 ഗുണം 3. 1 ഗുണം 3. അപ്പൊ ആദ്യം 1 ഗുണം 4 അത് ഇവിടെ എഴുതി. പിന്നെ 1 ഗുണം 3 അത് ഈ 1ന്റെ സ്ഥാനത്ത് എഴുതി. 1 ഗുണം 4 എത്ര കിട്ടും? 4 കിട്ടും. 1 ഗുണം 3 എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 1 ഗുണം 4 4 കിട്ടി. 1 ഗുണം 3 3 കിട്ടി. 4ഉം 3ഉം കിട്ടി. കൂട്ടത്തിൽ വലുതേതാണ്? 4ലും 3ലും വലുതേതാണ്? 4 അല്ലേ? 4ലും 3ലും വലുത് 4. അതുകൊണ്ട് 4ലും 3ലും വലുത് 4ആണ്. അതുകൊണ്ട് 4ന് നേരെ കിടക്കുന്ന ഭിന്നസംഖ്യ 4ന് നേരെ കിടക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? 1/3 ആണല്ലോ. അപ്പൊ കൂട്ടത്തിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് വലുത്? ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൽ വലുത് ഏതാണ്? 1/3ലും 1/4ലും വലുത് ഏതാണ്? 4ന്റെ നേരെ കിടക്കുന്ന ഭിന്നസംഖ്യ. 4ന്റെ നേരെ കിടക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? 1/3 ആണല്ലോ. അപ്പൊ ഈ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ വലുത് ഏതാണ്? 1/3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 1/3 എടുത്തു. 1/3 എടുത്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം. ഈ 1/3യും പിന്നെ ഏതാണ്? ഈ 2/3. 1/3യും 2/3. അതില് വലുത് ഏതാണെന്ന് നോക്കാം. അതിൽ വലുത് കാണുമ്പോൾ തന്നെ അറിയാം 2/3 ആണ്. എന്നാലും നമുക്ക് നമ്മുടെ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ടൊന്ന് നോക്കാം. എങ്ങനെ ചെയ്യുന്നേ? ഇങ്ങോട്ട് ഗുണിക്കാം 1 ഗുണം 3. പിന്നെ ഇങ്ങോട്ട് ഗുണിക്കാം 2 ഗുണം 3. ആദ്യം ഗുണിക്കാം എങ്ങനെയാണ്? 1 ഗുണം 3 അല്ലേ? 1 ഗുണം 3. 1 ഗുണം 3 എത്ര കിട്ടും? 3 കിട്ടും. 2 ഗുണം 3 എത്ര കിട്ടും? 6 കിട്ടുമല്ലോ. 1 ഗുണം 3 3ഉം കിട്ടും. 2 ഗുണം 3 6ഉം കിട്ടും. കൂട്ടത്തിൽ വലുത് ഏതാണ്? കൂട്ടത്തിൽ വലുത് 6ആണ്. അപ്പോൾ ദാണ്ട് എഴുതി 6 എഴുതി. കൂട്ടത്തിൽ വലുത് 6ആണ്. അപ്പോൾ 6ന്റെ നേരെ കിടക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? 6ന്റെ നേരെയുള്ള ഭിന്നസംഖ്യ 2/3 അല്ലേ? 6ന്റെ നേരെയുള്ള ഭിന്നസംഖ്യ ഏതാണ്? 2/3. അപ്പോൾ കൂട്ടത്തിൽ വലുത് ഏതാണ്? കൂട്ടത്തിൽ വലുത് 2/3. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് 6ആണ് കിട്ടിയത്. 6ആണ് വലുത്. 6ന്റെ നേരെ കിടക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? 2/3 ആണ്. അപ്പോൾ 2/3 ആണ് വലുത്. 2/3 എഴുതി നമ്മൾ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 2/3യും 3/4 നമുക്ക് ചെക്ക് ചെയ്യാം. 2/3യും 3/4ഉം ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാമല്ലോ. പറഞ്ഞ എന്തൊക്കെ കിട്ടും? സംഖ്യകൾ എന്തൊക്കെ കിട്ടും? 2/3യും 3/4ഉം ചെക്ക് ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്പേഴ്സ് ഏതൊക്കെ വരും? പെട്ടെന്ന് കമന്റ് ചെയ്തേ. 9ഉം 12. ഓക്കെ, ബാക്കിയുള്ളവർ 9ഉം 12. ബാക്കിയുള്ളവരോട് കമന്റ് ചെയ്തോ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലേ? കിട്ടിയില്ലേ? ഇതെങ്ങനെയാണെന്ന് കിട്ടിയില്ലേ? മനസ്സിലായെങ്കിൽ കമന്റ് ചെയ്തോളൂ എന്ത് കിട്ടിയെന്ന്. 2/3യും 3/4ഉം നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കിട്ടിയെന്ന് കമന്റ് ചെയ്തോളൂ. 8 9 അല്ലേ? അല്ലെങ്കിൽ ആ ഓർഡറിൽ തന്നെ പറയണേ. ആ ഓർഡറിൽ തന്നെ പറയണേ. ആ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ എഴുതുന്ന ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഓർഡറിൽ തന്നെ പറയണേ. 8ഉം 9 അല്ലേ? 8ഉം 9. യെസ്, 8 9 അല്ലേ? 8 9. നമുക്ക് ഗുണിക്കാം. ആദ്യം 2 ഗുണം 4, പിന്നെ 3 ഗുണം 3 അല്ലേ? 2 ഗുണം 4, 3 ഗുണം 3. 2 ഗുണം 4 എത്ര കിട്ടും? 8 കിട്ടും. 3 ഗുണം 3 എത്ര കിട്ടും? 9 കിട്ടും. കൂട്ടത്തിൽ വലുത് ഏതാണ്? 9 ആണല്ലോ വലുത്. 9 ആണ് വലുത്. അപ്പൊ കിട്ടിയല്ലോ, നമുക്ക് ആ ഓർഡർ കിട്ടിയല്ലോ അല്ലേ? ഏറ്റവും ചെറുത് ഏതാണ്? നമുക്ക് ആ ഓർഡർ കിട്ടി. ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് 1/3. ഏറ്റവും ചെറുത് 1/3. അതിനെക്കാട്ടിയും വലുത് ഏതാണ്? സോറി, ഏറ്റവും ചെറുത് 1/3 അല്ല. ഏറ്റവും ചെറുത് 1/4 ആയിരുന്നു കേട്ടോ. ഏറ്റവും ചെറുത് 1/4. അതിനെക്കാട്ടിയും വലുത് ഏതാണ്? അതിനെക്കാട്ടിയും വലുത് 1/3 കിട്ടി. 1/3 കിട്ടി. ഇനി അതിനെക്കാട്ടിയും വലുത് ഏതാണ്? അതിനെക്കാട്ടിയും വലുത് 2/3 കിട്ടി. 2/3 കിട്ടി. ഏറ്റവും വലുത് ഏതാണ്? ഏറ്റവും വലുത് 3/4ഉം കിട്ടി. ഏറ്റവും വലുത് 3/4ഉം കിട്ടി. അങ്ങനെ നമ്മൾ ഗുണിച്ച് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടി ഏറ്റവും വലിയ ഭിന്നസംഖ്യ 3/4ഉം ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ 1/4ഉം. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, മനസ്സിലായെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് ചെയ്തോ. സെറ്റ് ആണെങ്കിൽ, ശരിക്കും മനസ്സിലായെങ്കിൽ, നല്ലതുപോലെ മനസ്സിലായെങ്കിൽ ലാസ്റ്റ് പറഞ്ഞത്
നമ്മൾ കമ്പയർ ചെയ്തല്ലോ 2/3 3/4 കമ്പയർ ചെയ്തല്ലോ. കമ്പയർ ചെയ്തപ്പോൾ 2 × 4 8 കിട്ടി, 3 × 3 9 കിട്ടി. അപ്പൊ 8 9 എടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തിൽ വലുത് ഏതാണ്? 9 ആണല്ലോ. 9ന്റെ നേരെ കിടക്കുന്ന ഭിന്നസംഖ്യ ഏതാ? 3/4 അല്ലേ? അപ്പോൾ 3/4 ആണ് കൂട്ടത്തിൽ ഏറ്റവും വലുത്. നമ്മൾ ഓരോ തവണയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ അതിൽ വലുത് ഏതാണ്, അതിൽ ചെറുത് ഏതാണെന്ന്. ആ ഓർഡറിൽ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ ആണോ ആസീനെ? നമുക്ക് ഒന്നുകൂടെ ചെയ്യാം, ഒരെണ്ണം കൂടെ ചെയ്യാം. ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ അതിൽ ആദ്യം പറഞ്ഞതില് നമുക്ക് സംശയമുള്ളവർക്ക് ഇതാ ഒരെണ്ണം കൂടെ ചെയ്യാം. ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ തെറ്റാവും. ഇത് നല്ലതുപോലെ മനസ്സിലായെങ്കിൽ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ മാക്സിമം 1 മിനിറ്റിനുള്ളിൽ ആൻസർ കമന്റ് ചെയ്യുക. 7/11 5/8 20/23 3/4. ഇതിനെ ആരോഹണ ക്രമത്തിൽ എഴുതുക. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ എഴുതുക. ഇതിനെ ആരോഹണ ക്രമത്തിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ചെറുതിൽ നിന്നും വലുതിലേക്ക്. ശരിക്കും ഇത് നല്ലതുപോലെ മനസ്സിലായെങ്കിൽ ഒരു 1 മിനിറ്റിനുള്ളിൽ, ഇപ്പൊ 9:59 ആയി, 10 മണിക്ക് മുമ്പ് ആൻസർ കമന്റ് ചെയ്യണം. ഫൈവ് ബൈ 8 പിന്നെ 7/11. വെരി ഗുഡ്, വെരി ഗുഡ്. ആതിര പെട്ടെന്ന് ചെയ്തല്ലോ. 9:59 ചെയ്തല്ലോ. 5/8 7/11 3/4 20/23 അല്ലെ? കൂട്ടത്തിൽ ഏറ്റവും വലുത് 20/23 ആണ് കൂട്ടത്തിൽ ഏറ്റവും വലുത് അല്ലേ? 20/23 ആണ് കൂട്ടത്തിൽ ഏറ്റവും വലുത് അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 7/11 5/8 കൊടുക്കാം. 7/11 5/8 കൊടുക്കാം. രണ്ട് ഭിന്നസംഖ്യ എടുക്കാം. ആ രണ്ടെണ്ണത്തില് വലുതേത് ചെറുതേത് എന്ന് കണ്ടുപിടിക്കാം. എങ്ങനാ ചെയ്യുന്നത്? എങ്ങനാ ഗുണിക്കുന്നത്? എവിടുന്നാ തുടങ്ങുന്നത്? 7 എന്നല്ലേ തുടങ്ങണ്ടേ? 7 നിന്ന് വേണം ഗുണിച്ചു തുടങ്ങാൻ. 7 നിന്ന് വേണം ഗുണിച്ചു തുടങ്ങാൻ. 7 × 8 7 × 8 7 × 8 എടുക്കുക. എത്ര കിട്ടും? 7 × 8 56. അത് ഇവിടെ തന്നെ എടുക്കുക. നമ്മൾ എവിടുന്നാണോ തുടങ്ങുന്നത് അതിന്റെ സൈഡിൽ എഴുതുക. ഓക്കെ, നമ്മൾ 7 × 8 എന്നാ പറഞ്ഞത്, അതുകൊണ്ട് 7ന്റെ സൈഡിൽ തന്നെ എഴുതുക ഗുണിച്ചിട്ട്. ഓക്കെ, ആ സൈഡിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി രണ്ടാമത് 5 × 11 5 × 11 5 × 11 എത്ര കിട്ടും? 11 5 55 കിട്ടിയല്ലോ. അപ്പൊ പറയുമ്പോ രണ്ടും അംശത്തിൽ നിന്ന് തന്നെ ഗുണിക്കണം എടുത്ത് കേട്ടോ. രണ്ടിടത്തും ഇതുപോലെ അംശത്തിൽ നിന്ന്, ഇവിടെ അംശത്തിൽ നിന്നാ ഗുണിച്ചത്, ഇവിടെയും അംശത്തിൽ നിന്നാണ് ഗുണിച്ചത്. അപ്പൊ 5 × 11 55 കിട്ടി. ഓക്കെ, അത് തമ്മിൽ കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ വലുത് ഏതാണ്? 56 ആണ് വലുത്. 56 വലുതായത് കൊണ്ട് വലിയ ഭിന്നസംഖ്യ ഏതാണ്? വലിയ ഭിന്നസംഖ്യ 7/11 ആണ്. അപ്പോൾ 5/8ലും 7/11ലും വലുത് ഏതാണ്? അപ്പോൾ 5/8 7/11 അതിൽ വലുത് ഏതാണ്? ഇങ്ങനെ എഴുതാം നമുക്കല്ലേ. 7/11 ഗ്രേറ്റർ ദാൻ 5/8. 7/11 ഗ്രേറ്റർ ദാൻ 5/8. ആദ്യത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം 7/11 പിന്നെ 20/23 എടുക്കാം. 20/23 എടുക്കാം. 7/11 20/23 എങ്ങനെയാ ചെയ്യുന്നത്? വീണ്ടും നമുക്ക് ഗുണിക്കാമല്ലോ. 7 × 23 അല്ലേ? 7 × 23 7 × 23 എത്ര കിട്ടും? 7 × 20 7 2 14 140 കിട്ടും. 7 3 21 140 21 161 കിട്ടും. 7 × 23 161 കിട്ടും. ഇനി 20 × 11 20 × 11 20 × 11 എത്ര കിട്ടും? 11 2 22 220 കിട്ടും.
11 2 220 കിട്ടും. ഓക്കെ, അപ്പൊ 7 ഗുണം 23 161 കിട്ടി. 20 ഗുണം 11 220 കിട്ടി. കൂട്ടത്തിൽ വലുത് ഏതാണ്? കൂട്ടത്തിൽ വലുത് 220 ആണ് അല്ലെ? കൂട്ടത്തിൽ വലുത് 220 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ചിഹ്നം ഇടാം. ഇതാണ് വലുത്. അപ്പൊ നമുക്ക് എഴുതാം 7/11 ലെസ് ദാൻ 20/23. ലെസ് ദാൻ 20/23. അപ്പൊ ആ കൂട്ടത്തിൽ വലുത് ഏതാണ്? ആ കൂട്ടത്തിൽ വലുത് 20/23 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 20/23യും 20/23യും പിന്നെ ഏതെന്ന് നോക്കാം. നമുക്ക് 3/4 നോക്കാം. ഓക്കെ, 3/4 നോക്കാം. കാരണം വലുതും കൂട്ടത്തിൽ വലിയ ഭിന്നസംഖ്യയും പിന്നെ അടുത്തതുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ചെറുത് കളഞ്ഞു നമ്മൾ. ചെറുത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ചെറുതിന് നോക്കേണ്ട കാര്യമില്ല. കൂട്ടത്തിലെ വലിയ ഭിന്നസംഖ്യയും പിന്നെ അടുത്ത ഭിന്നസംഖ്യയായിട്ടാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ വലുത് 20/23 ആണ്. അടുത്തതായിട്ട് നോക്കാം. വീണ്ടും ചെയ്യാലോ. വീണ്ടും 20 ഗുണം 4 എത്ര കിട്ടും? 80 കിട്ടും. 3 ഗുണം 23 എത്ര കിട്ടും? 3 9 3 2 6 69 കിട്ടും. 80 കിട്ടും, 69 കിട്ടും. 20 ഗുണം 4 80 കിട്ടും. 23 ഗുണം 3 69 കിട്ടും. 20 ഗുണം 4 80 കിട്ടും. 23 ഗുണം 3 69 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ 80 കിട്ടി, 69 കിട്ടി. കൂട്ടത്തിൽ വലുത് ഏതാണ്? കൂട്ടത്തിൽ വലുത് 80 ആണ്. കൂട്ടത്തിൽ വലുത് 80 ആണ്. 80ന്റെ നേരെ കിടക്കുന്ന ഭിന്നസംഖ്യ ഏതാ? 20/23 ആണ് അല്ലെ? 20/23 ഗ്രേറ്റർ ദാൻ 3/4 അല്ലെ? കിട്ടിയല്ലോ. നമുക്കിനി ഓർഡറിൽ എഴുതാം അല്ലെ? ഓർഡറിൽ എഴുതുമ്പോ ഒരു കുഴപ്പമുണ്ട്. ഈ 7/11ലും 3/4ലും വലുതേതാ? 7/11ലും 3/4ലും വലുതേതാന്നൊരു സംശയം ഉണ്ടോ? 7/11ലും 3/4ലും വലുതേതാണ്? അത് കണ്ടുപിടിക്കണ്ടേ ഇല്ലേ? അത് കണ്ടുപിടിക്കണം അല്ലേ? 7/11ഉം 3/4ഉം അതിൽ വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ? അതെങ്ങനെയാ ചെയ്യുന്നത്? 7 ഗുണം 4 28, 11 ഗുണം 3 33 അല്ലേ? 33. അപ്പൊ ഏതാ വലുത്? 3/4 ആണ് വലുത്. 3/4 ആണ് വലുത്. നമുക്ക് ആ ഓർഡറിൽ എഴുതാം. ആ ഓർഡറിൽ നമുക്ക് അങ്ങ് എഴുതാം. ആദ്യം ഏത് വരും? ആദ്യം 5/8 വരും. പിന്നെ അതിനെക്കാട്ടിയും വലുത് ഏത് വരും? 7/11 വരും. അതിനെക്കാട്ടിയും വലുത് ഏത് വരും? 3/4 വരും. ഏറ്റവും വലുത് ഏത് വരും? 20/23 വരും. അപ്പോൾ ഇതാണ് അതിന്റെ ഓർഡർ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി രണ്ട് ഭിന്നസംഖ്യകൾ കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി രണ്ട് ഭിന്നസംഖ്യകൾ താരതമ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. എല്ലാവർക്കും പോയിട്ട് തിടുക്കമുണ്ടോ? പോയിട്ട് അത്യാവശ്യം ഇല്ലെങ്കിൽ ഒരു കാര്യവും കൂടെ പറയാം. ഇതിന്റെ കൂടെ അനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാം. അതോ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ പഠിക്കാം. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ പറയണോ? ഇപ്പൊ പറയാം അല്ലേ? ഓക്കെ. അപ്പൊ ഇത് ഓക്കെ ആണല്ലോ? ഇവിടം വരെ ഓക്കെ ആണല്ലോ? ഭിന്നസംഖ്യകളിൽ വലുതേത് ചെറുതേത് എന്ന് കമ്പയർ ചെയ്യുന്നവരൊക്കെ ആണല്ലോ? അപ്പൊ ഇതിനോട് കൂടെ ചേർത്ത് തന്നെ ഒരു കാര്യം കൂടെ പറയാം. കാരണം അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വേറെ രീതിയിൽ അടുത്ത ടോപ്പിക് എടുക്കാമല്ലോ. ഓക്കെ. അതെന്ന് പറഞ്ഞാല് ഫ്രാക്ഷൻ ബിറ്റ്വീൻ ടു ഫ്രാക്ഷൻസ്. രണ്ട് ഭിന്നസംഖ്യകൾക്കിടയിൽ ഇടയിലുള്ള ഭിന്നസംഖ്യ. രണ്ട് ഭിന്നസംഖ്യകൾക്ക് ഇടയിലുള്ള ഭിന്നസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൂടെ പറയാം. സിമ്പിൾ ആണ്. എക്സാമ്പിൾ രണ്ട് ഭിന്നസംഖ്യ 5/7
5/7 ഒരു ഭിന്നസംഖ്യ, 9/11 മറ്റൊരു ഭിന്നസംഖ്യ, 7-ൽ 5-നും 11-ൽ 9-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. ഓക്കെ, 5/7-നും 9/11-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. ഇതാ ക്വസ്റ്റ്യൻ. സംഭവം സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി? ഈ 5-ഉം 9 കൂടെ കൂട്ടുക. ഓക്കെ, ഈ 7-ഉം 11 കൂടെ കൂട്ടുക. ഓക്കെ, 5-ഉം 9-ഉം കൂടെ കൂട്ടുക, 7-ഉം 11 കൂടെ കൂട്ടുക. 5-ഉം 9 കൂടെ കൂട്ടി എത്ര കിട്ടും? 5-ഉം 9 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 14 കിട്ടും. 7-ഉം 11 കൂടെ കൂട്ടി എത്ര കിട്ടും? 28 കിട്ടും. സോറി, 11 7-ഉം 18 കിട്ടും. അപ്പൊ 9-ഉം 5-ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14 കിട്ടും. 11-ഉം 7-ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 18 കിട്ടും. അപ്പോൾ 5/7-നും 9/11-നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ ഏതാന്ന് വെച്ചാൽ എന്ത് കിട്ടി? നമുക്ക് കിട്ടി 14/18. വെട്ടി ചെറുതാക്കാം. 2 കൊണ്ട് വെട്ടിയാൽ ഇവിടെ 7-ഉം വരും, ഇവിടെ 2 കൊണ്ട് വെട്ടിയാൽ 9 വരും. 7/9 കിട്ടിയല്ലോ. അപ്പൊ ഭിന്നസംഖ്യ കിട്ടി 5/7, അതുപോലെ 9/11. അതിനിടയിലുള്ള ഭിന്നസംഖ്യ കിട്ടി. ഏതാണ് അതിനിടയിലുള്ള ഭിന്നസംഖ്യ? 7/9. ഇടയിലൊരു ഭിന്നസംഖ്യ കിട്ടി. ഏതാണ്? 7/9. മനസ്സിലായോ? ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഇനി ഇത് തന്നെ, ഈ ഒരു കാര്യം തന്നെ ഇനി ഇതിന് രണ്ടിനും ഇടയിൽ 5/7-നും 7/9-നും ഇടയിലുള്ള ഭിന്നസംഖ്യ അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? 5/7-നും 7/9-നും ഇടയിലുള്ള ഭിന്നസംഖ്യ പെട്ടെന്ന് പറയാമോ? മനസ്സിലായെങ്കിൽ, എല്ലാവർക്കും മനസ്സിലായെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞേ. 5/7-നും 7/9-നും ഇടയിലുള്ള ഭിന്നസംഖ്യ പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ചെയ്ത് നോക്കാനും നിൽക്കണ്ട, അല്ലാതെ തന്നെ പറയാലോ. 5/7-നും 7/9-നും ഇടയിലുള്ള ഭിന്നസംഖ്യ പെട്ടെന്ന് പറഞ്ഞോ. എന്ത് കിട്ടും? തമ്മിൽ കൂട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് 5 7 കൂട്ടുക, 5-ഉം 7 കൂട്ടുക, ഇവിടെ 7-ഉം 9 കൂട്ടുക, 5-ഉം 7-ഉം കൂട്ടുക, അതുപോലെ 7-ഉം 9-ഉം കൂട്ടുക. 5-ഉം 7-ഉം കൂട്ടി എത്ര കിട്ടും? 12 കിട്ടും. 7-ഉം 9-ഉം കൂട്ടി എത്ര കിട്ടും? 16 കിട്ടും. 12/16. 4 കൊണ്ട് വെട്ടി ചെറുതാക്കിയാൽ എത്ര കിട്ടും? 3/4 കിട്ടും. 3/4 കിട്ടും. വെട്ടി ചെറുതാക്കിയപ്പോൾ കിട്ടി 3/4. മനസ്സിലായോ? അപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾക്ക് ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ചെറിയൊരു ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഒന്നുകൂടെ പറയാം. ആദ്യം പഠിച്ചത് ഭിന്നസംഖ്യ ഹരിക്കാൻ പഠിച്ചു. പിന്നീട് പഠിച്ചത് ഭിന്നസംഖ്യ കമ്പയർ ചെയ്യാൻ പഠിച്ചു. ഒരേ ഛേദം വരുന്നത്, വ്യത്യസ്ത ഛേദം വരുന്നത്, ഒരേ അംശം വരുന്നത്, വ്യത്യസ്ത അംശം വരുന്നത്. പിന്നെ അവസാനമായിട്ട് പഠിച്ചത് രണ്ട് ഭിന്നസംഖ്യകൾക്ക് ഇടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ. ഓക്കെ, തൽക്കാലം അത്രയും നിൽക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. ഗുഡ് നൈറ്റ്. താങ്ക് യു.